പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ സന്ദർഭത്തിൽ ഐശ്വര്യപൂർണമായ സന്തോഷകരമായ ഓണാശംസകൾ നേരുകയാണ്. ഓണം മലയാളികൾ പലവിധത്തിൽ ആഘോഷിക്കുകയാണ്. എന്നാൽ ഇത്തരത്തിലുള്ളൊരാഘോഷം നേരത്തെ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അറിവിൽ ആദ്യത്തേതാണ്. അപ്പോൾ ഓണം നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട്, അതിരുകൾ ഭേദിച്ചുകൊണ്ട് പുതിയ മേഖലയിലേക്ക് എത്തുകയാണ്. ആ ശുഭവേളയിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു പ്രത്യേക രീതിയിലാണ് ഓണം ആഘോഷിക്കുന്നത്. പണ്ട് റിയൽ എസ്റ്റേറ്റുകാരെന്നല്ല പറയാറ്, ബ്രോക്കർമാർ എന്നാ പറയാറ്. അത് മാറിയപ്പോൾ ഡീൽ മേക്കേഴ്സ് എന്ന നിലയിലേക്ക് എത്തിയിരിക്കും. ഈ പ്രവർത്തനം നമ്മുടെ സമ്പദ്ഘടനയിൽ വലിയ മാറ്റമാണ് വരുത്തിയിട്ടുള്ളത്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അവഗണിക്കാൻ കഴിയാത്ത സാമ്പത്തിക ഇടപാടുകളുടെ കേന്ദ്രം കൂടിയായി മാറിയിട്ടുണ്ട്. അവിടെ സൂക്ഷ്മത വളരെ അത്യാവശ്യമാണ് എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കുകയാണ്. ധാരാളം വനിതകൾ ഉൾപ്പെടെ ആ മേഖലയിലേക്ക് കടന്നു വന്നു എന്നതാണ് കാലഘട്ടം സമ്മാനിച്ച പുതുമ. ഒപ്പം എങ്ങനെ റിയൽ എസ്റ്റേറ്റ് വ്യവസായത്തെ വ്യവസായം എന്നുള്ള നിലയിൽ നിന്നും മാറി ടൂറിസം എന്ന സങ്കല്പത്തിലേക്ക് യോജിപ്പിക്കാൻ വേണ്ടി കഴിയുക. അപ്പോൾ ആ പരിശ്രമത്തിലാണ് നിങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ടൂറിസമാണ് റിയൽ എസ്റ്റേറ്റ് വ്യവസായ മേഖലയുടെ നട്ടെല്ല് എന്ന് മാറിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നവർ, എൻ്റെ ഇടത്തും വലത്തും ഇരിക്കുന്നവർ വയനാട്ടിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. വയനാട്ടിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഞാൻ സ്വകാര്യം പറഞ്ഞത് അവിടെ ആനകളെ കുഴപ്പത്തിലാക്കുന്നത് നിങ്ങൾ തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നാണ്. കാരണം എൻ്റെ ഒരു കഷ്ടകാലത്തിനോ നല്ല കാലത്തിനോ അതാണല്ലോ എൻ്റെ പണി. വനം വകുപ്പാണല്ലോ എൻ്റെ ഒരു പണി. വനം വകുപ്പിൻ്റെ ജോലി ആളുകൾ വിചാരിച്ചത് മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലലാന്ന്, അവരെ സംരക്ഷിക്കലാന്ന് എൻ്റെ പണി. പക്ഷേ ആളുകൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ ആ പ്രയാസം പരിഗണിക്കാതെ പോകാൻ ഒരു ഭരണാധികാരിക്ക് സാധ്യമല്ല എന്ന യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് ഇന്നലെ വരെ ഇന്നും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെയും അങ്ങനെ കഴിയാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കൂടി ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുക. അങ്ങനെ ഇന്നിപ്പോൾ 9 പേരാണ് സമ്മാനാർഹരായത്. അപ്പോൾ എന്താ വേണ്ടത്? സന്തോഷിക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല. സന്തോഷിക്കുന്നതോടൊപ്പം ആരുടെയെങ്കിലും മനസ്സിൽ ചെറിയൊരു അസൂയുണ്ടോ എന്നൊരു തോന്നൽ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലേ. അപ്പോൾ ആ അസൂയ എന്താക്കി മാറ്റണം? ഇവിടെ പറഞ്ഞതുപോലെ അസൂയ ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കണം. അസൂയ കുശുമ്പിനും കുന്നായ്മയ്ക്കും ഉള്ളതല്ല, വെല്ലുവിളിയെ ഏറ്റെടുക്കാനുള്ള സൂചകമായി, പ്രചോദകമായി അതിനെടുത്താൽ ഈ മേഖലയിൽ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയും. വിജയികളെ അനുമോദിക്കുന്നു. ഈ വിജയം അവരുടെ ജീവിതത്തിലെ നിർണായകമായ നിമിഷങ്ങളിലൊന്നായി തീരട്ടെ. ഓർമ്മകൾ പങ്കുവെക്കാൻ തിരഞ്ഞെടുത്ത ഈ സമയം ഓണമായതുകൊണ്ട് തന്നെ ഓണം എന്ന് പറയുന്നത് നല്ല ഓർമ്മകളുടെ കാലമാണ്. നല്ല ഓർമ്മകളിലെ നിങ്ങളുടെ ഡയറിയിൽ ഈ ദിവസം പ്രത്യേകം കുറിച്ചിടാനുള്ള അവസരം സൃഷ്ടിച്ചത് ഇതിൻ്റെ സംഘാടകരോട് എനിക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. യാദൃച്ഛികമായിട്ടാണ് ഇന്നിവിടെ വരാൻ എനിക്ക് കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് മാധ്യമം പത്രത്തിൻ്റെ ഒരു അവാർഡ് എൻ്റെ തൊട്ട് നിൽക്കുന്ന സുഹൃത്തിന് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അന്നാണ് നല്ല പരിചയം ഉണ്ടായത്. പിന്നെ വയനാടാണ്, റിസോർട്ടാണെന്ന് കേൾക്കുമ്പോൾ ഞാൻ കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കുഴപ്പത്തിലാക്കരുത് തന്നെ. അപ്പോൾ പിന്നെ പറയാനുള്ളത് എന്താണ്? റിസോർട്ട് സ്ഥാപിക്കുന്നവർ അതിന് ചുറ്റും പച്ചപ്പ് നിലനിർത്താൻ ശ്രമിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഗവൺമെൻറ്
ചന്ദനമരം വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു പരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ പരിപാടി ഇവർ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അഭിനന്ദനാർഹമായ കാര്യമാണ്. അപ്പോൾ കയ്യടിക്കല്ല, അതിന് മുമ്പേ ഒരു പ്രശ്നം, ഇത് മുറിക്കാനിപ്പോൾ അനുവാദമില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ട് നിങ്ങൾ ചന്ദനം നടാൻ നിൽക്കണ്ട. സ്വയമേവ നട്ടു വളർത്തുന്ന മരങ്ങൾ മുറിക്കാനുള്ള അനുവാദം നൽകുന്നതിനുള്ളൊരു നിയമം അടുത്ത നിയമസഭയിൽ കേരള സർക്കാർ പാസാക്കും എന്നുകൂടി അറിയിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. അങ്ങനെ എല്ലാറ്റിനും നന്മ വരട്ടെ, നല്ലത് വരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുടെ ഓർമ്മകളിലെ ഒരു ദിവസമായി ഈ ദിവസം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിജയികൾക്കുള്ള സമ്മാനം നൽകിയതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ ശശീന്ദ്രൻ സാർ.